രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം വിജയ് ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ ആരാധകർ വൻ പ്രതീക്ഷയോടെ നൽകുന്ന പ്രൊജക്റ്റാണ് വിജയുടെ 69ാം ചിത്രം. ഈ ചിത്രത്തിന് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചത്. അതിനാൽ തന്നെ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ചിത്രം കൂടിയാണ് ദളപതി 69. സംവിധായകൻ ആരാകുമെന്ന് പലതരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. നെൽസൺ, വെട്രിമാരൻ, ലോകേഷ് കനകരാജ്, അറ്റ്ലി എന്നീ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ എച്ച് വിനോദ് ചിത്രം സംവിധാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിലെ വിജയുടെ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഇത് മലയാളി താരം മമിത ബൈജുവും ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന റൂമറുകൾ പുറത്തു വരികയാണ്. പ്രേമലു എന്ന ചിത്രത്തിലൂടെ സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തി നേടാൻ മമിതയ്ക്ക് സാധിച്ചു. സാമന്തയാണ് ചിത്രത്തിലെ നായികെന്നും റിപ്പോർട്ടുകൾ. തമിഴിലെ മുൻനിര പ്രൊഡക്ഷൻ കമ്പനികളിലൊന്ന് KVN പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതം അനിരുദ്ധ് നിർവഹിക്കുമെന്നാണ് റൂമറുകൾ പറയുന്നത്. ചതുരംഗവേട്ട എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്റെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് എച്ച് വിനോദ്. രണ്ടാമത്തെ ചിത്രമായ തീരാൻ അധികാരം ഉണ്ട് തമിഴിലെ മികച്ച പോലീസ് സിനിമകളിലൊന്നായി മാറി. കാർത്തി എന്ന നടന്റെ ഗംഭീര പ്രകടനമാണ് തീരാനിൽ കാണാൻ സാധിച്ചത്. വെങ്കട് പ്രഭുവുമായി വിജയ് ആദ്യമായി കൈകോർക്കുന്ന ചിത്രം സയൻസ് ഫിക്ഷൻ ജാനറിൽ പെടുന്നതാണ്. 250 കോടി ബജറ്റിലിറങ്ങുന്ന ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാണ് വിജയ് എത്തുന്നത്. പ്രഭുദേവ, പ്രശാന്ത്, സ്നേഹ, അജ്മൽ, അമീർ, ജയറാം തുടങ്ങിയവർ വൻ താരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. സെപ്റ്റംബർ 5-ന് ഗോട്ട് തിയേറ്ററിലെത്തും.